അള്ളാഹുവിന് സോഫ്റ്റ്നെസ് ആണ് എപ്പോഴും ഇഷ്ടം. സംസാരത്തിൽ സോഫ്റ്റ്നെസ് ഉണ്ടാവണം, ഇടപെടലിൽ പരുക്കനാവരുത്. അപ്പോൾ ഒരാൾ വാതിൽ മുട്ടുമ്പോൾ എങ്ങനെയാണ് മുട്ടേണ്ടത്? എല്ലാം മുട്ടും. ഒരു വട്ടം മുട്ടിയിട്ട് രണ്ടാമത് നമ്മുടെ ഉമ്മയുടെ, ഭാര്യൻ്റെ, ഭർത്താവിൻ്റെ, മക്കളുടെ, കുടുംബക്കാരൻ്റെ, ഹാജിയാരുടെ, പള്ളി പ്രസിഡന്റിന്റെ, മുദരിസിന്റെ, സെക്രട്ടറിയുടെ, ആരുടെയെങ്കിലും വാതിൽ രണ്ടാമത് മുട്ടണമെങ്കിൽ ഒന്നാമത്തെ മുട്ടലും രണ്ടാമത്തെ മുട്ടലും തമ്മിൽ കുറച്ച് സമയം ഉണ്ടാവണം, ഗ്യാപ്പ്. എന്താണ് ഗ്യാപ്പ്? 4 റക്അത്ത് നിസ്കരിക്കാനുള്ള ഗ്യാപ്പ് കൊടുത്തിട്ടേ രണ്ടാമത് മുട്ടാൻ പറ്റും. ഇതാർക്കെങ്കിലും ആ സ്വഭാവം നമുക്കുണ്ടോ അങ്ങനെ? കാരണം ഒന്നാമത് വാതിൽ മുട്ടുന്ന സമയത്ത് അയാൾ നിസ്കാരത്തിന് ജസ്റ്റ് കൈ കെട്ടിയതായിരിക്കും, അങ്ങനെ നമ്മൾ കരുതണം എന്നാണ്. രണ്ടാമത് മുട്ടാന് ആ സലാം വീട്ടാൻ വരെ സമയം സാവകാശം കൊടുത്തിട്ടാണ് രണ്ടാമത് മുട്ടേണ്ടത്. ഇസ്ലാമിലെ നിയമമാണിത്. സ്വഹാബത്ത് എങ്ങനെയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാതിൽ മുട്ടാറ്? നഖം കൊണ്ടാണ് വാതിൽ മുട്ടാറ്. നഖം കൊണ്ട്, അല്ല വിരലുകൊണ്ടല്ല, നഖം കൊണ്ട്. മുട്ടീനെന്ന് പറയും വേണം, ആ ശബ്ദം വല്ലാതെ കേട്ട് അസ്വസ്ഥത ഉണ്ടാവാനും പാടില്ല, സോഫ്റ്റ് ആണ്. അപ്പൊ ഡോർ അടക്കുമ്പോൾ എങ്ങനെയാണ് ഡോർ അടക്കേണ്ടത്? മെല്ലെ അടക്കണം. അത് കാറിന്റെ ആയാലും റൂമിന്റെ ആയാലും മെല്ലെ അടക്കണം. കയ്യിൽ കൗണ്ടർ മാത്രം ഉണ്ടായാൽ പോരാ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. ഇതാണ് ഷമായിൽ പഠനം. ഷമായിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിമുടി ഷെയ്പ്പ് ചെയ്യപ്പെടും. നമ്മളെ നടത്തത്തിൽ ജഗപുകയൊന്നും ഉണ്ടാവുന്നില്ല. ചെരുപ്പിട്ടാലും ഇല്ലെങ്കിലും മൂപ്പരുടെ നടത്തത്തിന്റെ ഒന്നും ശബ്ദം ആരും കേൾക്കൂല, ഒരാൾ കേൾക്കൂല. വീട്ടിലേക്ക് എത്തി റൂമിൽ നിന്ന് ഫോൺ വിളിച്ചാൽ ആരോ ചോദിച്ച് ആരാ വിളിക്കുന്നത്, മനസ്സിലായില്ല, എന്നെ മനസ്സിലായില്ല, അങ്ങനെയൊന്നല്ല മര്യാദ. വേഗം പേര് പറയും. ഉമ്മ അബ്ദുള്ളയാണ്. ആ ഓക്കെ. ആരാണ്? ഞാനാണ്. ഞാനൊന്നും ലോകത്തായിരിക്കും പറയാൻ പാടില്ല. തങ്ങൾക്കത് വെറുപ്പുള്ള കാര്യം, അങ്ങനെ പറയരുത്. അതിനെക്കുറിച്ച് മാത്രം അധ്യായങ്ങളുണ്ട് ഇമാം നവവി റഹ്മഹുള്ളയുടെ അൽ-അദ്കാർ എന്ന കിതാബ്. അതാണ് സാർ. നമ്മളൊരു വീട്ടിൽ ചെന്നാൽ ഗസ്റ്റായി വീട്ടിലെത്തിയപ്പോ വീട്ടുകാരൻ നമ്മളോട് പറയാണ്, ഈ സോഫമേലിരുന്നോ. വേണ്ട 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 വേണ്ടെന്നല്ല, മുളീഫ്. വീട്ടുകാരൻ വൈഫിനോട്, ഗസ്റ്റിനോട് എവിടെ ഇരിക്കാനാ പറഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കണം. അതെന്നാ മര്യാദ. ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പ്രവേശനാനുമതി കിട്ടിയ സ്ഥലത്ത് പ്രവേശിക്കുന്നല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാന്ന് പാടില്ല. ചില വീട്ടിലേക്ക് പോയാൽ ഷെൽഫ് വലിക്കും, കിതാബെല്ലാം വലിക്കുന്നതാണ്, പത്രക്കെട്ട് വലിച്ചെടുക്കും. അത് വളരെ മോശമാണ്. ഓ ചങ്ങായിമാരെ, നമുക്ക് ഈ മഹബത്ത് ഉണ്ടാവുക പറഞ്ഞാൽ നമ്മളെ നടത്തത്തിലും ഇരുത്തത്തിലുമാണ് അത് കാണേണ്ടത്. അതാ കാണേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് റൗലന്റെ ചിത്രം പ്രൊഫൈല് മാറ്റിയാൽ ഇത് കിട്ടുമെന്ന പുതിയ തലമുറന്റെ വിചാരം അല്ല. തഹല്ലുക്ക് ഉണ്ടാവണം, തഹല്ലുക്ക്. നമുക്ക് കേട്ട കാര്യമാണ് ഒരാൾ നമ്മളോട് പറയുന്നതെങ്കിലും കേൾക്കാത്ത പോലെ കേട്ടു കൊടുക്കണം. അത്വാബിൻ അബീ റബാഹ് റളിയല്ലാഹു അൻഹു ആരെങ്കിലുമൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ കഅന്നി ലം അസ്മഉഹു ഖത്തു, ഇതുവരെ കേൾക്കാത്ത പോലെ കേട്ടു കൊടുക്കും. ശരിക്കും ആ ക്ലാസ് എടുക്കണ മുത്തഅല്ലിം ജനിക്കുന്നതിന് മുമ്പ് ആ ഹദീസ് അത് തങ്ങൾ ദർസ് നടത്തിയ ആളായിരിക്കും, എന്നാൽ ഇതുവരെ കേൾക്കാത്ത പോലെ കേട്ടു കൊടുക്കും. മാഷാ അല്ലാഹ്. അങ്ങനെ